പാട്ടും ഒത്തും എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കൽക്കട്ടയിലാണുള്ളത്. അപ്പോൾ ഈ കൽക്കട്ടയിലെ ദസറ പൂജാ ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോളിവിടെ PhDക്ക് പഠിക്കായതുകൊണ്ട് ഞാൻ ഷിപ്പൂർ എന്ന സ്ഥലത്താണുള്ളത്. ഹൗറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. IIEST എന്ന സ്ഥാപനത്തിലാണ് മോള് PhD ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പാൻഡൽ എന്നാണ് ഇവിടുത്തെ ഈ പാൻഡൽസ്, പൂജാ പാൻഡൽസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പാൻഡൽ എന്നത് എന്താ വെച്ചാൽ ദുർഗാ മാതാവിൻ്റെ പ്രതിമകൾ സ്ഥാപിച്ച് ആരാധനകൾ നടത്തുന്നതിന് താൽക്കാലികമായി നിർമ്മിക്കുന്ന ഒരു വേദിയാണ് ഈ പാൻഡൽസ്. സാധാരണ ഇതിന് അലങ്കാരം, തന്ത്രം, ദീപോദ്ഘാടനം, തീം ഡിസൈനുകൾ, മറ്റ് ഒരുപാട് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. കൊൽക്കത്തയിലെ പാൻഡലുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഒന്നാമത് സാംസ്കാരിക കലായുധ തീമുകളാണ്. പുതിയ വിൻഡോസ്, ജനപ്രിയ സിനിമ, പരിസ്ഥിതി, സാമൂഹിക സന്ദേശങ്ങൾ മുതലായവ ആധാരമാക്കി പാൻഡൽ ഡിസൈനുകൾ ഒരുക്കുന്നത് സാധാരണമാണ്. ചില പാൻഡലുകളിൽ മിനിയേച്ചർ കല്ലിടങ്ങൾ പോലെയുള്ള ഡിസൈനുകളും കോടികളുടെ ചെലവുകൾ ചെലുത്തുന്ന സജ്ജീകരണങ്ങൾ ഉൾക്കൊള്ളും. അതിന് നമ്മൾ വിചാരിച്ച പോലെയല്ല, ശരിക്കും നല്ല സംഖ്യ മുടക്കുന്നുണ്ട്. കോടികൾ മുടക്കിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ലക്ഷങ്ങളില്ലാത്ത പരിപാടി ഇല്ല. വിവിധ പാൻഡലുകൾ കാൽനടയിലൂടെ അടുക്കെ സന്ദർശിക്കുക എന്ന പ്രാചീന പാരമ്പര്യം മഹാലയ ശൈലിക്ക് തന്നെ ആരംഭമാകുന്നു. അപ്പോൾ ഇത് കാൽനടയായിട്ട് അവിടെയുള്ള, അതായത് വെസ്റ്റ് ബംഗാൾ പോലീസൊക്കെ ഇതിന് വളരെ സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം അടച്ചിടും. എന്നിട്ട് കാൽനടയായിട്ട്, പിന്നെ അത് കുറച്ചൊരു 300 മീറ്ററിൻ്റെ ഉള്ളിൽ വണ്ടി വയ്ക്കാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് കാൽനടയായിട്ട് പോയിട്ട് നമ്മൾ ഈ ദാരികവധത്തിൻ്റെ ഒരു ശൂലമായിട്ട് ദുർഗാ ഭഗവതി ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഗണപതി, അതുപോലെ ശിവൻ്റെ സാന്നിധ്യം, സുബ്രഹ്മണ്യൻ, ഇതൊക്കെയാണ് ഈ കോലങ്ങളുണ്ടാവുക, ഈ പിന്നെ പാൻഡൽസിലെ പ്രതിമകളായിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ ഈ ലൈറ്റുകൾ, പാൻഡലിൻ്റെ വെളിച്ചം, ഫോക്കൽ ലൈറ്റിംഗ് സജ്ജീകരണങ്ങൾ രാത്രി കാണാൻ വളരെ അടിപൊളിയാണ്. കാരണം ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം. പിന്നെ മ്യൂസിക് ഉണ്ടായിരിക്കും, ലൈറ്റ് ഷോകളുണ്ടാവും, വീഡിയോ പ്രൊജക്ഷൻ എന്നിവ ഉപയോഗിച്ച് വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്യുന്ന അതാണ് പാൻഡൽ. കുറേ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടി വരാറുണ്ട്. ഈ പ്ലാസ്റ്റിക് രഹിത പാൻഡലുകൾ, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ കാണുന്നുണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കിയിട്ട് അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പാൻഡലുകൾ നിർമ്മിക്കുന്നുണ്ട്. സാധാരണ ഈ പാൻഡലുകൾ സന്ദർശിക്കാനുള്ള സമയം വൈകിട്ട് മുതൽ രാത്രി സമയം ആണ്. പാൻഡൽ വൈകിട്ടാണ്. അത് വെളിച്ചങ്ങളുള്ളതുകൊണ്ട് രാത്രി കാണാനാണ് ഏറ്റവും ഭംഗി. പിന്നെ ഗതാഗതത്തിന് കാറിനേക്കാൾ മെട്രോ, ബസ്, ഓട്ടോ എന്നിവ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രധാന പാൻഡലുകൾക്ക് സമീപം കാർ പാർക്കിംഗ് അനുവദിക്കില്ല. പിന്നെ ഫോണ്, ക്യാമറ അതൊക്കെ ഉപയോഗിച്ച് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യമുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ അട്രാക്ഷൻ തന്നെ ഭക്ഷണശാലകൾ, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇതിന് ചുറ്റുമുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടാത്ത പലതരത്തിലുള്ള ഉപയോഗത്തിന്, അതായത് ഹോംലി നീഡ്സ് ആയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ പലതും നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. പൊതുവേ ഈ കൽക്കട്ടയിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ മേഖലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവിടേക്ക് വരുന്ന, അത് മലബാർ കേരളത്തിലേക്കൊക്കെ വരുന്ന ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സൊക്കെ, പ്രത്യേകിച്ച് ഈ പിന്നെ പെയിൻറ്റുകൾ പോലുള്ള, പിന്നെ അതുപോലെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ, നമ്മൾ ഈ ക്ലോസറ്റ്, സാനിറ്ററി ഐറ്റംസ് ഒക്കെ അധികം വരുന്നത്. പിന്നെ കപ്പടാസ്, മറ്റേതില്ലേ വസ്ത്രങ്ങൾ, കുറേ എണ്ണം ഇവിടുന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിർമ്മാണ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെ ഫാക്ടറി സെയിൽ പോലെ അതിൻ്റെ ചീപ്പ് റേറ്റിൽ സാധനം കിട്ടും. മുമ്പ് ഞാനൊരു കോളേജ് സ്ട്രീറ്റിലുള്ള ഒരു ബുക്ക് മാർക്കറ്റ്, ഓൾഡ് ബുക്ക് മാർക്കറ്റ്, അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബുക്ക് മാർക്കറ്റാണത്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തിടാം, കാണാത്തവർക്ക് വേണമെങ്കിൽ അത് കാണാം. പിന്നെ അപ്പോൾ ഈ പാൻഡൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെയധികം, അത് എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ മുടക്കിയിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇവിടെ കക്ഷി രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. അതായത് ആളുകൾ ഒന്നിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഏത് മതക്കാരൻ്റെ എന്നുള്ള ചോദ്യമൊന്നുമില്ല.
അപ്പോൾ ഇതിനെല്ലാവരും കൈയഞ്ഞ് സഹായിക്കുകയും ചെയ്യും. ഈ സഹായം കൊണ്ടാണ് ഇത്രയും വലുതായിട്ട് ചെയ്യാൻ പറ്റും. ചില ഭക്ഷണം കൊടുക്കുന്ന അന്നദാനം ഉണ്ട്, അതിൻ്റെ ഇടയിൽ പ്രസാദങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. പാൻഡൽസ് അത് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ശേഷം ഈ പാൻഡൽസിലൊക്കെ ഇപ്പോൾ വിജയദശമി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിമകളെയൊക്കെ ജലാശയങ്ങളിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങോട് കൂടിയാണ് ഇത് കഴിയുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാക്കിയ പ്രതിമകളൊക്കെ, കാരണം ലക്ഷങ്ങൾ ചിലവഴിച്ചുണ്ടാക്കിയ പ്രതിമകളാണെങ്കിൽ ഇതെല്ലാം കൂടി എന്താ ചെയ്യുക വെച്ചാൽ അഴിച്ചെടുക്കാൻ പറ്റിയ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, അതായത് പന്തൽ മറ്റ് ലൈറ്റിങ് സാധനങ്ങളൊക്കെ അഴിച്ചെടുക്കും. അല്ലാത്ത ഈ പ്രതിമകളെ വളരെ ആർഭാടത്തോടു കൂടി കൊട്ടും പാട്ടും വാദ്യവുമായി റോഡുകളിൽ ഈ കൊട്ടിനനുസരിച്ച് നൃത്തം ചെയ്ത് വലിയ വണ്ടികളിൽ ഈ വലിയ പ്രതിമകളെ ഒരു ആഘോഷമാക്കിക്കൊണ്ട് ആനയിച്ച് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ അടുത്ത് വലിയ നദി ഉണ്ടല്ലോ, ഗംഗാ നദിയാണല്ലോ, ഹുഗ്ലി, ഗംഗാ നദിയിൽ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്യുക. അപ്പോൾ അതിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ചടങ്ങാണ്. അപ്പോൾ അതോടുകൂടിയാണ് ഈ ദുർഗാപൂജ ഇവിടെ അവസാനിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ്, 2-2.5 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. കാരണം ഇതിൻ്റെ ഫണ്ട് ശേഖരണവും അതുപോലെ ഇതിൻ്റെ പാൻഡൽസ് നിർമ്മാണത്തിൻ്റെ തീം സെറ്റ് ചെയ്യാനും, പിന്നെ അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കണ ഒരുപാട് സമയമാണ്. അത്രയും എന്താ പറയുക, പൈസ മുടക്കിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ അതിൻ്റെയൊക്കെ വിഷ്വൽസ് നിങ്ങൾക്ക് വിട്ടുവരുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് കാണുക, പറ്റുമെങ്കിൽ ഏതെങ്കിലും വർഷത്ത് പറ്റുമെങ്കിൽ വന്ന് കണ്ട് നേരിട്ട് ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ കാളിഘട്ട്, ഈ ദക്ഷിണേശ്വരിലെ ഏറ്റവും ദക്ഷിണേശ്വർ ടെമ്പിൾ എന്നാണ് ഞാൻ പറയുന്നത്. കാളിഘട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ളൊരു വലിയ ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ശരിക്കും ഈ ദാരികവധവുമായിട്ട്, അല്ലെങ്കിൽ പാർവതീ ദേവി സങ്കല്പമാണ്. പാർവതി, ശിവൻ്റെ ഭാര്യയായ പാർവതി. അപ്പോൾ ഉഗ്രരൂപിണിയാണ്. പിന്നെ മാത്രമല്ല ക്ഷിപ്രപ്രസാദിനിയാണ്. കാരണം വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ട് എന്നാണ് ആളുകളൊക്കെ പറയുന്ന ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു ശക്തിശാലിനിയായ ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു മൂർത്തിയായിരുന്നു ഈ കാളി. അവരുടെയൊക്കെ ഫോട്ടോ അവിടെ ഉണ്ട്. ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ഫോട്ടോസും അവർ അമ്പലങ്ങൾ പോലുള്ള അതിൻ്റെ ഫോട്ടോ കൂടി ഞങ്ങൾ ഒക്കെ അടുത്ത ഒരു വിഷയവുമായിട്ട്, ചിലപ്പോൾ പാട്ടാകാം, ചരിത്രത്തിലുള്ളതാകാം, വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.